ഈ വീഡിയോ കാണുമ്പോൾ കേരളമാണ്, മൂന്നാറാണ്, ഇടുക്കിയാണ്, കൊടൈക്കനാലാണെന്നൊക്കെ തോന്നിപ്പോകാം. തെറ്റു പറയാൻ പറ്റില്ല. എന്നാൽ ഇത് UAE ഒരു സ്ഥലമാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മരുഭൂമി, പിന്നെ ഹൈറൈസ് ബിൽഡിങ്ങുകൾ മാത്രമല്ല, ഇടയ്ക്ക് ഇതുപോലത്തെ ഹിഡൻ ജമ്മുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഷാർജയിലുള്ള അരാധ, അവരുടെ മസാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. നമ്മളിപ്പോൾ ദുബായിൽ ബിസിനസ് ബേയിലുള്ള നമ്മുടെ ഓഫീസിൽ നിന്നാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഫുൾ ടീമും ഉണ്ട്. അപ്പോൾ ഈ ചൂടത്ത് ട്രാവൽ ചെയ്ത് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കയറിയപ്പോഴുണ്ടല്ലോ, എന്ത് സന്തോഷമായിരുന്നു അറിയാം എല്ലാവർക്കും. കാരണം ഇത്രയ്ക്ക് പച്ചപ്പുള്ള ഒരു ഏരിയ നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. അതും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നത് മസാർ 3 ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അവരുടെ കമ്മ്യൂണിറ്റി, മസാർ 1. ആ മസാർ 1ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷം ഒരു മസാർ 2 ഇറക്കി, നല്ല രീതിയിൽ തന്നെ സോൾഡ് ഔട്ട് ആയതാണ്. പിന്നെ ഇപ്പോൾ മസാർ 3 വരാൻ പോവുകയാണ്. അതിൻ്റെ UAE സബ്മിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മസാറിൽ നമുക്ക് ടൗൺ ഹൗസും വില്ലാസും വരുന്നുണ്ട്. ടൗൺ ഹൗസ് തന്നെ 2 BHK പ്ലസ് മീഡ് അത് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ദുബായിൽ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് മേടിക്കുന്ന റേറ്റിലാണ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഷാർജയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഷാർജയിൽ നിന്നുള്ള ട്രാഫിക് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഇത്തിരി പച്ചപ്പൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ ടൗൺ ഹൗസിൽ തന്നെ താമസിക്കണം എന്നുള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തു. കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ എങ്ങോട്ടേക്ക് നോക്കിയാലും നല്ല നല്ല ഫ്രെയിമുകളാണ്. ഫുൾ ഇങ്ങനെ പച്ചപ്പും മരങ്ങളൊക്കെ. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവർ കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ്, അല്ലാതെ ഇവിടെ സ്വയമായിട്ട് വളർന്നതൊന്നുമല്ല. അപ്പോൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവരത് കൊണ്ടുവന്ന് അവിടെ നട്ട് വളർത്തി പിന്നെ അത് മാനേജ് ചെയ്ത് കൊണ്ടുനടക്കുന്നത്. നമുക്ക് ഒരു ഇല പോലും നമുക്ക് റോഡിൽ വീണെടുക്കുന്നത് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ കമ്മ്യൂണിറ്റി മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണേ. ബഗ്ഗി സർവീസ് ഉള്ളതുകൊണ്ട് നടക്കേണ്ടി വരുന്നില്ല. പിന്നെ UAE ഇപ്പോൾ നല്ല ചൂടാണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു 7-8 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. കാരണം ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ നമ്മളതേ വില്ലയിലെത്തി. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വില്ലയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ലേഔട്ടും ക്വാളിറ്റി ഒക്കെ കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മസാർ 1, മസാർ 2, മസാർ 3 അങ്ങനെ 3 ഫേസ് ഉണ്ട്. മസാർ 1 19 മില്യൺ സ്ക്വയർ ഫീറ്റിൽ വരുന്ന 6 ക്ലസ്റ്റർ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഏകദേശം നമുക്ക് 3000 ടൗൺ ഹൗസും വില്ലാസാണ് വരുന്നത്. മസാർ 2 എന്ന് പറയുമ്പോൾ 10 മില്യൺ സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റി, അതിൽ 2000 ടൗൺ ഹൗസും വില്ലാസാണ് വരുന്നത്. മസാർ 3 മോർ ദാൻ 20 മില്യൺ സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം 4000 ടൗൺ ഹൗസും വില്ലാസും അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം ഇത്രയും ഗ്രീൻ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. സൈക്ലിംഗ് ട്രാക്ക്, ബാസ്കറ്റ്ബോൾ, ടെന്നീസ് കോർട്ട്, ലേക്ക്, ജിം, അങ്ങനെ എല്ലാ അമ്യൂണിറ്റീസോടും കൂടി എന്താ പറയുക, ഡെസ്റ്റിനേഷൻ ലിവിംഗ് എന്ന് പറയില്ലേ, നമ്മൾ താമസിക്കുന്നതോടെ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി. എല്ലാവരും അട്രാക്ട് ചെയ്യുന്നത് ഈ മരങ്ങളാണ്. ഇപ്പം മസാർ 1 70,000 മേലെയാണ് മരങ്ങളെങ്കിൽ ഈ മസാർ 3 എക്സ്പെക്ട് ചെയ്യുന്നത് 1,00,000 മേലെ മരങ്ങളാണ്. എന്തുമാത്രം ഗ്രീനറി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഈ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടല്ലോ, വാട്ടർ കൺസപ്ഷൻ കുറവ് മതി. അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് കുറേയും കൂടി ഈസിയാണ്. ഈ ചെറിയ ചെറിയ വഴി കൂടെ നടക്കാനായിട്ട് എന്ത് രസമാണെന്നറിയോ. നമുക്ക് വലിയ ചൂടൊന്നുമില്ല. പിന്നെ ഫുൾ ഇങ്ങനെ പച്ചപ്പും മരങ്ങളൊക്കെ, നമുക്ക് പ്രത്യേക ഒരു രസമാണ് ഇതിൽ കൂടെ നടക്കാനായിട്ട്. മസാർ എന്ന് പറഞ്ഞാൽ ഒരു അറബിക് വേർഡാണ്. അതിൻ്റെ അർത്ഥം തന്നെ വഴി എന്നാണ്, പാത്ത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇത് വൈബല്ലേ, സത്യമായിട്ട് എന്തെല്ലാം കാശുണ്ടെങ്കിൽ ഞാനിവിടെ മേടിച്ചേനെ. ഓക്കെ, അപ്പം നമ്മൾ കമ്മ്യൂണിറ്റിക്ക് എക്സ്പ്ലോർ ചെയ്തു. മസാർ 1 6 ക്ലസ്റ്റേഴ്സ് ആണുള്ളത്. മസാർ 2 4 ക്ലസ്റ്റർ ആണ്. മസാർ 3 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒഫീഷ്യലൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6 ക്ലസ്റ്റേഴ്സ് ഉണ്ടാവുന്നതാണ്. ഇനി തിരിച്ചു പോവാണ്. ഭാഗ്യത്തിന് നമുക്ക് വീണ്ടും ഒരു ബഗ്ഗി കിട്ടി, അല്ലെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വന്നേനെ. പിന്നെ ആരാധയ്ക്ക് ഷാർജയിൽ ഈ മസാര മാത്രമല്ല കേട്ടോ, അനന്താര, അൽജാദ, ഇതൊക്കെ ഷാർജയിൽ അവരുടെ വേറെ പ്രൊജക്റ്റുകളാണ്. പിന്നെ ദുബായിലും ഉണ്ട്. നമ്മുടെ പാം ജുമേറയിൽ അർമാനി ബീച്ച് റെസിഡൻസ്, പിന്നെ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലെ ജോറി ഹിൽ, W റെസിഡൻസ്, ദുബായ് ഹാർബറിൽ, ഇതൊക്കെ അവരുടെ ദുബായിലുള്ള പ്രൊജക്റ്റുകളാണ്. അപ്പൊ എങ്ങനെയാ, ഇഷ്ടപ്പെട്ടോ? ഇതിലൊരു യൂണിറ്റ് എടുക്കാനുള്ള പേയ്മെന്റ് പ്ലാൻ ഞാൻ പറയാം. നമ്മൾ ടോക്കൺ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് 50,000 ദിർഹംസ് ആണ് യൂണിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് യൂണിറ്റ് അലോക്കേഷൻ ടൈമിൽ നമ്മൾ 5% കൊടുക്കുന്നു. ഇവിടെ ഷാർജ ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫീസാണ് വരുന്നത് 4%. പിന്നീട് ഒരു 30 ഡേയ്സിനുള്ളിൽ അടുത്ത 5%. അപ്പൊ നമ്മൾ മൊത്തം 10% കൊടുത്തു അല്ലേ. നമ്മൾ ഹാൻഡ് ഓവർ വരെ വെറും 35% കൊടുത്താൽ മതി. ഇപ്പൊ അതിൽ നമ്മൾ 10 കൊടുത്തു, ഇനി 25 ഉണ്ട്. ആ 25 5-6 മാസത്തിന്റെ ഇടയിൽ നമുക്ക് 5%
മോർഗേജ് വെച്ചിട്ട് കൊടുത്തു തീർക്കാം. ബാക്കി 65% ഒന്നെങ്കിൽ ഹാൻഡ് ഓവറിന്റെ ടൈമിൽ ഫുൾ എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ റെഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് മോർഗേജ് കിട്ടും ആ ടൈമിൽ. ആ മോർഗേജ് ഇട്ടിട്ട് റിലാക്സ് ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുക. അപ്പൊ ഇതിലൊരു യൂണിറ്റ് എടുക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ഔട്ട് ആയി പോകും.